സർ, ഒരു യങ്സ്റ്റർ 9 to 5 ജോബ് ചെയ്യുന്നതാണോ അതോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ നല്ലത്? റോബർട്ട് കിയോസാക്കി അറിയാലോ, ദ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഒക്കെ എഴുതിയിട്ടുള്ള റോബർട്ട് കിയോസാക്കി. ഈ റോബർട്ട് കിയോസാക്കിയുടെ തോട്ട് പ്രോസസ്സിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റഡി പ്രോസസ്സിൽ ആക്റ്റീവ് ഇൻകം എന്നും പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് 2 ഡിവിഷനുണ്ട്. ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്ന കാര്യത്തിൽ എംപ്ലോയി, ഇപ്പോൾ ലൈക്ക് 9 to 5 വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അയാൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് വരുമാനമില്ല, അതാണ് ആക്റ്റീവ് ഇൻകം. ഈ ആൾ ഇപ്പോൾ ഒരു 30,000 റുപ്പീസ് സാലറി, ഇപ്പോൾ നോർമൽ റേഞ്ചിൽ ഒരു 30,000 റുപ്യ വരുമാനം വരുന്ന ഒരാൾ തക്കതായ റിസോഴ്സസുകളില്ലാതെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിങ് ഇല്ലാതെ, ക്യാപിറ്റൽ ഫണ്ടിങ് ഒരു റിസോഴ്സിൽ ഒന്ന് മാത്രമാണ്, ഇങ്ങനെ തക്കതായ കാര്യങ്ങളില്ലാതെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ തലകുത്തി മറിഞ്ഞു എന്ന് വരും. അതേസമയം ഇയാൾ ഈ വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ, ഇപ്പോൾ ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഡോക്ടർ, അയാൾ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ചെയിൻ നടത്തുന്ന ഒരു ഡോക്ടറും ഒരു വർക്കിംഗ് മൈൻഡ് സെറ്റുള്ള ഡോക്ടർ, വർക്ക് ചെയ്യുന്ന ഡോക്ടറും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ ഈ വർക്കിംഗ് ഡോക്ടർ ആക്റ്റീവ് ഇൻകത്തിനാണ്. പോട്ടെ, 6 മാസത്തിൽ കൂടുതൽ ഒരു ഷോപ്പിൽ ചെന്ന് നോക്കിയില്ലെങ്കിൽ ആ ഷോപ്പ് നടക്കുമെങ്കിൽ അത് പാസീവ് ഇൻകമാണ്. ഉദാഹരണത്തിന് ഒരാൾ വന്ന് രാവിലെ ഷട്ടർ തുറന്നു, ഷട്ടർ പൊന്തിച്ച് വൈകിട്ട് വരെ അവിടെ ഇരുന്നു, ക്യാഷ് എടുത്തു അല്ലെങ്കിൽ എണ്ണി വെച്ചു, ആ പ്രസ്ഥാനത്തിന് പർച്ചേസ് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചായിട്ട് ഷട്ടർ തത്തി പോവുകയാണെങ്കിൽ അതും ആക്റ്റീവ് ഇൻകമാണ്. സോ ഇവിടെ ഈ ആക്റ്റീവ് ഇൻകത്തിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് എംപ്ലോയി ഉണ്ട്, ഒന്ന് സെൽഫ് എംപ്ലോയി ഉണ്ട്. അടുത്തത് പാസീവ് ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഇൻവെസ്റ്ററാണ്, ഒന്ന് ബിസിനസ് ക്ലാസ്സാണ്. സോ ഈ ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളില്ലാതെ ഒരു സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം നന്നായിട്ട് നടക്കുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിലേ അത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ മാതിരി പാസീവ് ഇൻകമായി മാറുള്ളൂ. പിന്നെ ഇൻവെസ്റ്റർ അറിയാമല്ലോ, ഏത് പ്രസ്ഥാനത്തിലേക്ക് നമ്മളിപ്പോൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. സോ രാജീവിൻ്റെ ചോദ്യത്തിൽ ഏറ്റവും രസമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന 30,000 വരുമാനം കിട്ടുന്ന ഒരാൾ, അയാൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു ആശയം തലയിൽ കയറി എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. തിരിച്ച് അയാൾ ആ ആശയത്തിൻ്റെ കൂടെ തന്നെ അയാൾ സ്വയം തെളിയിക്കണം അയാളതിന് പ്രാപ്തനാണെന്ന്. അങ്ങനെ തെളിയിക്കുമ്പോൾ അയാൾക്ക് ഫണ്ട് ചെയ്യാൻ ആൾക്കാർ വന്നേക്കും, കൂടെ ചേരാൻ ആൾക്കാർ വന്നേക്കും. റിസോഴ്സസ് എന്ന് പറയുന്ന സൗകര്യം ഇല്ലാതെ ഒരു ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ അത് മിയർലി സ്ട്രെസ്ഫുള്ളായി മാറും. എത്തൂല എന്നല്ല, പക്ഷെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. ഇതാണ് എനിക്കതിന് പറയാനുള്ള ഉത്തരം. കിട്ടിയെന്ന് തോന്നുന്നു.